ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഒരു ചെറിയ ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് പേൾ വാലി എന്നുള്ളൊരു വാട്ടർഫോൾസിലേക്ക് പോകുകയാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്നും ഓൾമോസ്റ്റ് 40 കിലോമീറ്റേഴ്സിനുള്ളിൽ തന്നെ വരുന്ന ഒരു വാട്ടർഫോൾസ് ആണ്. ആനക്കൽ റൂട്ടിലാണ് ഈ ഒരു വാട്ടർഫോൾസ് ഉള്ളത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിതാ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പപ്പസ് ഉണ്ട് നമ്മുടെ കൂടെ. ഹായ് പറയൂ, ഹായ് പറയൂ ഗായ്സ്, പറയൂ ഹായ് ഗായ്സ്. നമ്മുടെ പപ്പസ് ഈ ബുൾജെറ്റിന്റെ വലിയൊരു ആരാധകനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് യു ഗായ്സ്, ഹായ് ഗായ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഹായ് പറഞ്ഞേ, ഹായ് ഗായ്സ്, ഗായ്സ് ഗായ്സ്. അപ്പൊ നമ്മളിപ്പോ പേൾ വാലി വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പുര റൂട്ടിലാണ് പോകുന്നത്. ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ ജ്യൂസ് ഉണ്ട്. നല്ല റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. നല്ല പിഞ്ചിയും എന്നാൽ ചെറുനാരങ്ങയും കരിമ്പും ഒക്കെ വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ടെൻഷനൊക്കെ ഒന്ന് നമ്മൾ യാത്രൻ്റെ ക്ഷീണമൊക്കെ പമ്പ കിടക്കാൻ ബെസ്റ്റാണ്. കരിമ്പ് കുടിച്ച എനർജിയിൽ നമ്മൾ വഴി മാറി ഗൂഗിൾ മാപ്പ് നോക്കാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ച് ദൂരം പോയി തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നല്ലൊരു ജർവറപ്പാടം കണ്ടു. അതൊന്ന് നോക്കിയിട്ട് വരാം. ഇവിടേക്ക് ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ആനക്കൽ സുനവര റോഡാണ്. ഈ റോഡിൽ നമുക്ക് ഒരു 3 കിലോമീറ്റർ കൂടി പോകണം. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഇവിടെ നിങ്ങൾക്ക് പാർക്കിംഗ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പുറത്തോട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാൻ. പിന്നെ അങ്ങ് ദൂരെ കാണുന്നതൊക്കെ തമിഴ്നാട് ബോർഡറാണ്. ഇതുണ്ടോ, ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് കുരങ്ങന്മാരുണ്ടാകും. നമ്മൾ ഒരു സാധനവും ഫുഡ് ഐറ്റംസും കയ്യിലുണ്ടാവരുത്. ഇതിപ്പോ നമ്മൾ കാറിൽ നിന്ന് തന്നെ ഇത് വന്നിട്ട് ഇതാ എടുത്ത് നോക്കുവാണിത്. ആശാൻ ഇവിടെ കുത്തിയിരിപ്പ് സമരത്തിലാണ്. നമ്മൾ പുറത്തിറങ്ങുന്നതും കാത്തിരിക്കുകയാണ്. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുരങ്ങന്മാർ. നമ്മളെ കയ്യിൽ ഫുഡ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മിക്കവാറും തട്ടി പറിച്ചു കൊണ്ടുപോകും, ഉറപ്പാണ്. കുറെ സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട്. ശരിക്കും നല്ലൊരു എക്സസൈസ് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്. നമുക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി വരുമ്പോൾ ടയർഡൊക്കെ ആവുകയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനും പിന്നെ ഒരു വ്യൂ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ട് വ്യൂ പോയിന്റ് ഉണ്ട്. ഇത് ശരിക്കും മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. ഇപ്പോൾ കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടാണുള്ളത്. ഇന്ന് ചൊവ്വാഴ്ചയാണ്, എന്നാൽ പോലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് തന്നെ ഉണ്ട്. കോവിഡ് ടൈമൊക്കെയാണ്, എന്നാലും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ അടുത്തൊരു എന്താ പറയുക വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റും റെസ്റ്റിംഗ് പോയിന്റ് ഒക്കെ ആയിട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ നന്നായിട്ട്. ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം പുറത്തോട്ടേക്ക് വരുന്നുണ്ട്. മഴക്കാലത്ത് ഇവിടെയൊക്കെ നിറച്ചും വെള്ളമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു ചാല് മാതിരി മാത്രമേ വെള്ളം പോകുന്നുള്ളൂ. ഇവിടെ ഒരു അമ്പലം കൂടി ഉണ്ട്. ഇവിടെ നാഗത്താന്മാരും ഒക്കെ ഉണ്ട്. മങ്കി ഉണ്ട്, സൂക്ഷിക്കണം.
ഭയങ്കര വെള്ളമാണ് ചോദിക്കണം. ഇതാണ് നമ്മുടെ പേൾ വാലി വാട്ടർഫാൾസ്. ഇപ്പോൾ ചെറിയൊരു ചാല് മാതിരി ഒരു വശത്ത് കൂടെ മാത്രമേ വരുന്നുള്ളൂ. മഴക്കാലത്ത് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വരും. അയ്യോ, വരാൻ എളുപ്പമായിരുന്നു, തിരിച്ച് കയറാനാണ് എനിക്ക് കഷ്ടം. ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ കയറണമല്ലോ. പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ തിരിച്ച് സ്റ്റെപ്പ് കയറുക എന്നുള്ളത് കുറച്ച് കടുപ്പുള്ള പരിപാടി തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എവിടെയും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതായതുകൊണ്ട്. അപ്പോൾ ഇത് ഓവറോൾ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.